ഇന്ന് നമ്മൾ പോകുന്നത് ആറാൻ ഐലൻഡിലുള്ള ഇനിഷ്മോർ എന്ന് പറഞ്ഞ ഐലൻഡിലോട്ടാണ്. ഇത് ഗോൾവേയിൽ നിന്ന് നമുക്ക് ബോട്ട് പിടിച്ചാണ് ഈ ഐലൻഡിലോട്ട് പോകുന്നത്. നമുക്ക് ബോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ആറാൻ ഐലൻഡ് ഫെറീസ് എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി ബോട്ട് ബുക്ക് ചെയ്യാം. അതിന് പെർ പേഴ്സണ് 30 യൂറോ അവർ ചാർജ് ചെയ്യുന്നത്. നമുക്ക് കയറുന്നതിന് മുമ്പ് ബോർഡിങ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടിക്കറ്റൊക്കെ അവർ നോക്കി ചെക്ക് ചെയ്താണ് അകത്തോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ ചെറിയൊരു ഗ്യാങ് വേ ഉണ്ട്, അതിൽ നമുക്ക് നടന്ന് ബോട്ടിലോട്ട് കയറുക. നമുക്കിവിടുന്ന് ഏകദേശം 3/4 മണിക്കൂർ ട്രാവലുണ്ട് ബോട്ടിൽ ഇനിഷ്മോറിലോട്ട്. ഈ ആറാൻ ഐലൻഡ് എന്ന് പറയുന്നത് 3 ഐലൻഡുകൾ ഒന്നിച്ച് കൂടുന്നതിനാണ് ആറാൻ ഐലൻഡ് എന്ന് പറയുന്നത്. ഇതിലൊന്നാണ് ഇനിഷീർ, ഒന്ന് ഇനിഷ്മാൻ, പിന്നെ നമ്മൾ പോകുന്നത് ഇനിഷ്മോർ. ഇതിൽ ഏറ്റവും വലുതാണ് ഇനിഷ്മോർ എന്ന് പറയുന്നത്. നമ്മളിന്ന് പോയി കാണാൻ പോകുന്നതാണ് ഇനിഷ്മോർ. ഇവിടെ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ടാക്സിയോ ബസ്സോ ഒന്നും കിട്ടത്തില്ല. ഒന്നെന്ന് പറയുന്നത് ഇതുപോലെ കുതിരവണ്ടികളുണ്ട്, അല്ലാതെ നമ്മൾ സൈക്കിളുകൾ എടുക്കണം. അല്ലാതെ നമുക്ക് ബസ്സുണ്ട്, അത് നമുക്ക് വാടകയ്ക്ക് എടുക്കാം ബസ്സായിട്ട് തന്നെ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പോൾ. ഈ കാണുന്നതാണ് ആറാൻ ഐലൻഡ് ക്യാമ്പിംഗ് ആൻഡ് ഗ്യാമ്പിംഗ്. ഇവിടെയാണ് നമ്മൾ താമസം എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ കാണുന്ന ഈ പോട്ട്സ് 4 പേർക്കുള്ള 150 യൂറോയും ബാക്കിലുള്ള ഈ പോട്ട്സിന് 6 പേർക്കുള്ള 170 യൂറോയാണ് പെർ നൈറ്റ്. ഈ കാണുന്ന ബിൽഡിങ്ങാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് സെൻ്ററാണിത്. ഇവിടെ നിന്ന് നമ്മൾ ബസ്സൊക്കെ ബുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ എൻ്റെ ടെമ്പോ ട്രാവലർ ഇവിടെ നിന്ന് എടുത്തത്. ഇതിന് ഞങ്ങൾ പേ ചെയ്തത് 175 യൂറോയാണ്. അപ്പോൾ ഇവർ നമ്മളിവിടെ ഗൈഡ് ചെയ്ത് കൊണ്ട് കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളെല്ലാം. ഞാൻ വണ്ടിയെ ഇരുന്ന് പുറത്തത്തെ വീഡിയോകളും കാഴ്ചകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പുള്ളി പറഞ്ഞ് നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല, വീഡിയോ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഓഫ് ചെയ്യിപ്പിച്ച്. നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു ക്ലിഫിലാണ്, ഡൺ ഏങ്കസ് എന്ന് പറഞ്ഞ ക്ലിഫിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു, എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ നമ്മൾ 5 യൂറോ പേ ചെയ്യണം. നമ്മളിപ്പം ആ ഹോട്ടലിൽ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പേ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് നമ്മൾ വണ്ടി ഇട്ടെടുത്തു ഒരു ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ നടന്നാണ് ഈ ക്ലിഫിലെത്തുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടൊരു ക്ലിഫാണ് ഇത്. ക്ലിഫൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ കല്ലുകളെല്ലാം അടുക്കി വെച്ചിരിക്കുകയും ഈ ഐലൻഡിൽ എവിടെ നോക്കിയാലും ഇതുപോലെ കല്ലുകൾ. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ഇവിടെ പൊട്ടിച്ചാലും കല്ലുകളാണ്, അപ്പം അത് കളയാൻ സ്ഥലമില്ല, എന്നിട്ട് അവരവരുടെ ലാൻഡ് തിരിക്കുന്ന ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വീടുകൾ ഇവിടെ ഉണ്ട്. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഫിലിമിന് വേണ്ടി സെറ്റ് ഇട്ടേക്കുന്ന വീടുകൾ ഇതെല്ലാം.
ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് നൈറ്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ കുക്കിങ്ങൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കുമായിരുന്നു. ഈ ഐലൻഡിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ആ ക്ലിഫ് മാത്രമേ ഉള്ളൂ കാണാനുള്ളതെന്ന് പറയാനുള്ളത്. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഇവിടെ സൈക്കിൾ നമുക്ക് റെൻറ്റിനെടുക്കുന്ന ഷോപ്പുകളാണ് ഇതൊക്കെ. ഈ ഐലൻഡ് ഹോസ്പിറ്റലുകളിലൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുവന്ന ലൈഫ് ബോട്ടുകളാണ് ഇതാ ഇവിടുത്തെ ആംബുലൻസ്. ഞങ്ങളിപ്പം തിരിച്ച് യാത്രയാണ്. ഞങ്ങൾ 1 ഡേ ആണ് വന്നത്, ഒരു ഡേ സ്റ്റേ ചെയ്തു, ഇറങ്ങി തിരിച്ച് ഞങ്ങൾ പോവാണ്.